ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തേർഡ് മോഡ്യൂളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ തേർഡ് മോഡ്യൂളിൽ ഏതൊക്കെയായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് ഫിക്സ്ഡ് എൻഡ്, അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്, ദെൻ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് ഓവർ ഹാങ്ങിങ് എൻഡ്സ്. ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. സോ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലാണെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ്. സോ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ജോയിൻസിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഡിറ്റർമിൻ ദി സ്റ്റിഫ്നെസ് വാല്യൂ, ദാറ്റ് ഈസ് കെ വാല്യൂ. കെ വാല്യൂ എങ്ങനെയായിരുന്നു? ഇഫ് ദ ഫാർ എൻഡ് ഈസ് ഫിക്സഡ് ദെൻ ദ കെ വാല്യൂ ഈസ് 4ei/L. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള സ്പാൻസ് ഉണ്ടെങ്കിലും ദ വാല്യൂ ഈസ് 4ei/L. ആൻഡ് ഇഫ് ദ ഫാർ എൻഡ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ദ കെ വാല്യൂ ഈസ് 3ei/L. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ക്യാൻ ഡിറ്റർമിൻ ദി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ ഒരു ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് മൊമെൻറ്റിനെ നമ്മൾ ഫാർ എൻഡുകളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് ബാലൻസ് ചെയ്ത് വരുന്ന പ്രോസസ്സാണ് എന്ത്? Moment distribution method. Okay, and the next case is beams with sinking support or settlement of the support. സോ നിങ്ങൾക്ക് ക്വസ്റ്റിന് തന്നിരിക്കുവാണ് ഏതെങ്കിലും ഒരു സപ്പോർട്ട് എന്താ സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുവാണ്, ഒരു പർട്ടിക്കുലർ വാല്യൂ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരിക്കുവാണെന്ന് പറയുവാണെങ്കിൽ ഹൗ വി ക്യാൻ അനലൈസ് എ കണ്ടിന്യൂസ് ബീം ബൈ യൂസിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. നമ്മൾ 3 മൊമെൻറ്റ് തിയറത്തിൽ എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിലും എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് വരുമ്പോൾ അനാലിസിസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്തു പോയാൽ മതി. അതുപോലെ തന്നെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലും പ്രൊസീജിയർ ഉണ്ട്. സോ ആ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് കേസ് ഈസ് ബീം വിത്ത് സിങ്കിങ് സപ്പോർട്ട് ഓർ സെറ്റിൽമെൻറ്റ് ഓഫ് ദി സപ്പോർട്ട്. സോ ഇപ്പോൾ നോക്കിയേ, അപ്പോൾ എന്താണ്, നമുക്കൊരു കണ്ടിന്യൂസ് ബീം തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് ബീം ABC, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് സപ്പോർട്ട്സ് BE sinks by or support BE settle down by an amount delta. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുന്നത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, AB സ്പാൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് വരുന്നത്. AB എടുക്കുമ്പോൾ B ആണ് സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുന്നത്, BE സെറ്റിൽ ഡൗൺ ബൈ ആൻ എമൗണ്ട് ഡെൽറ്റ. സോ ഈ സെറ്റിൽമെൻറ്റ് കാരണം ഈ എൻഡുകളിൽ എന്തുണ്ടാവും? മൊമെൻ്റ് ഉണ്ടാവും. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് 6ei/L². സോ AB സ്പാൻ എടുക്കുമ്പോൾ സപ്പോർട്ട് BE സെറ്റിൽ ഡൗൺ. അപ്പോൾ നമുക്ക് എൻഡുകളിൽ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് മൊമെൻ്റ് ആണ്. ഓക്കെ, ഇനി BC സ്പാൻ എടുക്കുമ്പോൾ സ്പാൻ BC എടുക്കുമ്പോൾ എന്താ? സപ്പോർട്ട് BE സെറ്റിൽ ഡൗൺ ബൈ ആൻ എമൗണ്ട്. സോ ഈ സെറ്റിൽമെൻറ്റ് കാരണം എൻഡുകളിൽ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്താണ്? ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഒരു സപ്പോർട്ട് സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ബിക്കോസ് ഓഫ് ദാറ്റ് സെറ്റിൽമെൻറ്റ് സം ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് ഈസ് ആക്ടിങ് ഓർ ക്രിയേറ്റഡ് ഇൻ ദി സപ്പോർട്ട്. അപ്പോൾ എന്താണ്, ABC കണ്ടിന്യൂസ് ബീമിൽ സപ്പോർട്ട് BE സെറ്റിൽ ഡൗൺ ബൈ ആൻ എമൗണ്ട് ഡെൽറ്റ, ദെൻ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഈസ് ജനറേറ്റഡ്. നമുക്ക് നോർമലി എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ ചെയ്യാൻ അറിയാം. ദാറ്റ് ഈസ് ഓരോ ടൈപ്പ് എക്സ്റ്റേണൽ ലോഡ് അനുസരിച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഫ്രം ദാറ്റ് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് സെറ്റിൽ ചെയ്തിരിക്കുകയാണെന്ന് പറയുവാണെങ്കിൽ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് കാരണവും എന്തുണ്ടാകും? മൊമെൻറ്റ്സ്, ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ജനറേറ്റ് ആവും. ഓക്കെ, സോ ഇക്വേഷൻ ഈസ് സെറ്റിൽമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഫിക്സഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എപ്പോഴും എന്താണ്? 6ei/L² ആണ്. ബട്ട് ദ കേസ് നമ്മൾ എന്താ ഡയറക്ഷൻ നോക്കുക, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഒന്ന് നോക്കി. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇഫ് ഇറ്റ് ഈസ് ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ദെൻ നെഗറ്റീവ്. സോ moment caused at A and B due to the sinking of the support B is equal to minus 6ei/L². that is AB സ്പാൻ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ നമ്മൾ എന്താ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണാൻ ആ സ്പാനിനെ എന്താക്കി കൺസിഡർ ചെയ്യും? ഫിക്സ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് ഹിയർ എ സപ്പോർട്ട് ഈസ് BE സെറ്റിൽ ഡൗൺ ബൈ ആൻ എമൗണ്ട് ഡെൽറ്റ, എ പർട്ടിക്കുലർ വാല്യൂ delta settlement is there. Due to the settlement of this support, an end moment, fixed end moment is acting at the ends, and the value is 6ei/L². and due to the settlement, fixed end moments M of AB and M of BA is generated. So both the values are
6EI delta by L square, but the sign is anti-clockwise, so the sign is negative. Then if we are considering the span BC, the support B is settled down by an amount delta. Due to the support settlement, an end moment is acting at the support B and C. Okay, and that moment value is always 6EI delta by L square. That is M of BC and M of CB is 6EI delta by L square, but both the moments are clockwise direction, so the fixed end moments due to the support settlement in the span BC is plus 6EI delta by L square. Okay, അപ്പോൾ ഇതിനകത്ത് സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് വരുമ്പോൾ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, നമുക്ക് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡും കിട്ടും, ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു സപ്പോർട്ട് സെറ്റിൽമെൻറ്റും കിട്ടും. ഈ രണ്ട് വാല്യൂസും ആഡ് ചെയ്തിട്ട് വരുന്ന ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് വാല്യൂ വെച്ചിട്ട് വേണം വി ഹാവ് ടു സ്റ്റാർട്ട് ദ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കിയേ. എ കണ്ടിന്യൂസ് ബീം എ ബി സി ഷോൺ ഇൻ ഫിഗർ ക്യാരീസ് എ UDL ഓഫ് 50 kN per meter on AB and BC. The support B sinks by 5 mm below A and C, and the value of EI is constant throughout, and the value of EI is given. Okay, so here a continuous beam ABC and it is given as support B is settled down by an amount 5 mm. Okay, then we have to determine the we have to analyze this continuous beam by using moment distribution method. So what is the step? നമുക്ക് കണ്ടീഷൻ ഉണ്ട്, സപ്പോർട്ട് ഈസ് സെറ്റിൽ ഡൗൺ ബൈ ആൻ എമൗണ്ട്. സോ നമുക്കറിയാം ഡ്യൂ ടു ദ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് സം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് വിൽ ക്രിയേറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് യു ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ്. നമുക്കറിയാലോ എ ബി സ്പാനിലും ബി സി സ്പാനിലും UDL ആണ് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് UDL സം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് വിൽ ക്രിയേറ്റ് അറ്റ് ദി ends. So M of AB, M of BA, M of BC and M of CB, that is the fixed end moments due to the given external load. Okay, next നമുക്ക് കണ്ടീഷൻ ഉണ്ട് സം സപ്പോർട്ട് ഈസ് സെറ്റിൽ ഡൗൺ. ഹിയർ നിങ്ങൾക്ക് സപ്പോർട്ട് B സിങ്സ് ഡൗൺ ബൈ ആൻ എമൗണ്ട് 5 mm സെറ്റിൽമെൻറ്റ് പറയുന്നുണ്ട്. സോ സെറ്റിൽമെൻറ്റ് കാരണവും എന്ത് ജനറേറ്റ് ആവും? ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ജനറേറ്റ് ആവും. സോ സെറ്റിൽമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു ദി സപ്പോർട്ട് സെറ്റിൽമെൻറ്റ്. സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സും കൂടി ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ എന്താ, നിങ്ങൾക്ക് എ ബി സ്പാനിൽ BE സെറ്റിൽ ഡൗൺ ബൈ ആൻ എമൗണ്ട് ഡെൽറ്റ ഡ്യൂ ടു ദിസ് സപ്പോർട്ട് settlement, and anti-clockwise moment M of AB and M of BA are anti-clockwise, that is minus 6EI delta by L square. So നമുക്ക് EI into ഡെൽറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ EIയുടെ വാല്യൂ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? M of ABക്കും M of BAക്കും വാല്യൂ കിട്ടി, minus 124.5 kN. And in BC span, if we are considering BC span, support B is settled down by an amount delta. So due to that settlement, n moments are created, that moments are clockwise in nature, so plus 6EI delta by L square. From that we get the fixed end moments in the span BC due to the support settlement delta. Okay, so അപ്പോൾ നമുക്ക് സെറ്റിൽമെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ്, ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു ദി സപ്പോർട്ട് സെറ്റിൽമെൻറ്റ്. സോ the total fixed end moments value is fixed end moment due to external load and fixed end moment due to support settlement. So ഓരോ സ്പാനിലെയും വാല്യൂസ് ഫൈനൽ അല്ലെങ്കിൽ ടോട്ടൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. സോ ഇതാണ് ഈ ടോട്ടൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് വി ആർ അനലൈസിങ് ദി കണ്ടിന്യൂസ് ബീം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടി. ദെൻ നോർമൽ സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് ഡിറ്റർമിൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നമ്മൾ ഇവിടെ എൻട്രി ചെയ്യേണ്ടത് ഏതാ? ടോട്ടൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ് പ്ലസ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു സപ്പോർട്ട് സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് നോക്കുക, സപ്പോർട്ട് കണ്ടീഷൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സപ്പോർട്ട് കണ്ടീഷൻ എന്താണ്? സപ്പോർട്ട് C ഈസ് ഹിഞ്ച്ഡ്, സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. സോ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് വരുമ്പോൾ അവിടുത്തെ മൊമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? 0 കൊടുത്ത് എൻ കറക്ഷൻ കൊടുത്ത്
അതിൻ്റെ ഹാഫിനെ ഫാർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്ത് അത് ആഡ് ചെയ്തിട്ടുള്ള ഇനിഷ്യൽ മൊമെൻറ്റ് വെച്ച് വേണം എന്ത് ചെയ്യാൻ? വി ഹാവ് ടു സ്റ്റാർട്ട് ദി മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് -191.2, -57.8, 54.4 and 0. This is the initial moment. Then jointലുള്ള unbalanced moment നോക്കുക. That unbalanced moment into the corresponding distribution factor ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ കിട്ടും. അതിനെ ഫാർ എൻഡുകളിലോട്ട് ക്യാരി ഓവർ ചെയ്യുക. ഹിഞ്ച്ഡ് എൻഡ് ആണെങ്കിൽ അവിടോട്ട് ക്യാരി ഓവർ ചെയ്യരുത്, 0 ആണ്. ഓക്കെ, ഹാഫ് ക്യാരി ഓവർ ചെയ്യുക. വീണ്ടും ജോയിൻറ്റിലോട്ട് നോക്കുക. ഇവിടെ എന്താ? ജോയിൻറ്റിൽ ഇനി മൊമെൻറ്റുകളൊന്നും വന്നിട്ടില്ല. സോ വി ക്യാൻ സ്റ്റോപ്പ് ദ പ്രോസസ്സ്. സോ ജോയിൻറ്റിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റ് തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, സോ ഫൈനൽ എൻ മൊമെൻറ്റ്സ്. ഫൈനൽ എൻ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? MAB ഈസ് -190.35 kN/m. MBA ഈസ് 56.1. MBC plus 66.10. So this is final end moments ആണ്. This one is final end moments. That is നമുക്ക് BMD വരയ്ക്കാനുള്ള final end moment is ഇത്രയുമാണെന്ന് കിട്ടി. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ we can draw the BMD also SFD. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇതാണ് സെറ്റിൽമെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈ സെറ്റിൽമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. എ കണ്ടിന്യൂസ് ബീം ABC. AB carries UDL of 3 kN/m and given as support B is settled down by an amount of 30 mm. സോ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്. സോ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഹിയർ the condition is support is settled down. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് ഡിറ്റർമിൻ ചെയ്യണം. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു സെറ്റിൽമെൻറ്റും ഡിറ്റർമിൻ ചെയ്ത് അതിനെ സം ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ടോട്ടൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് വാല്യൂ. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വെച്ചിട്ട് വി ഗെറ്റ് ദ ഫൈനൽ എൻഡ് മൊമെൻറ്റ്സ് ആൻഡ് വി ക്യാൻ ഡ്രോ ദ BMD ആൻഡ് SFD. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആകെ ഉള്ള ഡിഫറൻസ് എന്താണ്? സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് കാരണവും ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ജനറേറ്റ് ആവും. സോ ടോട്ടൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഈസ് ദ സം ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഓഫ് ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ് ആൻഡ് ദ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു സപ്പോർട്ട് സെറ്റിൽമെൻറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ബീമിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കേസ് ഫസ്റ്റ് വൺ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് ഫിക്സ്ഡ് എൻഡ്, analysis of continuous beam with simply supported end, then analysis of continuous beam with overhanging ends and analysis of continuous beam with support settlement. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? മൊമെൻറ്റ് ജനറേറ്റ് ആവത്തില്ല. സോ ഇഫ് ദർ ഈസ് എനി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് വാല്യൂ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് മൊമെൻറ്റ് ഇൻ ടു 0 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ദാറ്റ് ഈസ് എൻ കറക്ഷൻ ചെയ്തിട്ട് വേണം വി ഹാവ് ടു സ്റ്റാർട്ട് ദി മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ്. ദെൻ സെറ്റിൽമെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ എന്താ? സെറ്റിൽമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ കൂടി ആഡ് ചെയ്തിട്ട് വേണം എന്താ? അനാലിസിസ് ചെയ്യാൻ. ഓവർ ഹാങ്ങിങ് എന്താണെന്നുണ്ടെങ്കിൽ ആ ഓവർ ഹാങ്ങിങ് പോർഷനിലെ സപ്പോർട്ടിൽ ദാറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് അവിടെ ഓവർ ഹാങ്ങിങ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് മാത്രമേ ജനറേറ്റ് ആവൂ, വേറെ മൊമെൻറ്റ്സ് ഒന്നും ജനറേറ്റ് ആവില്ല. ഓക്കെ, സോ നെക്സ്റ്റ് പോർഷൻ ഈസ് അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം. അപ്പോൾ അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിമിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ 2 കേസസ് ആർ ദെയർ. അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്തൗട്ട് സ്വേ ആൻഡ് അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്ത് സ്വേ. അപ്പോൾ നമുക്ക് സ്വേ വരുന്ന കണ്ടീഷൻസ് അറിയാം. എന്തൊക്കെയാണ് സ്വേ ജനറേറ്റ് ചെയ്യുന്നതെന്ന്. കോളംസിന് മാത്രമാണ് സ്വേ ഉണ്ടാവുന്നത്. ആൻഡ് സ്വേ ജനറേറ്റ് ചെയ്യുന്ന കേസസ് എന്തൊക്കെയാണ്? ഒരു പോർട്ടൽ ഫ്രെയിം, ഇതാണ് പോർട്ടൽ ഫ്രെയിം. അപ്പോൾ പോർട്ടൽ ഫ്രെയിമിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻസ്, കോളത്തിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് സ്വേ. If the moment of inertia of the columns are different, then sway will generate. Then height of the columns are different, then sway will generate. Then unsymmetric loading is occurs, sway will generate. And settlement, then ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻസും എന്ത് ജനറേറ്റ് ചെയ്യിക്കും? സ്വേ ജനറേറ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഇറ്റ്സ് എ വിത്ത് സ്വേ കണ്ടീഷൻ ആണോ വിത്തൗട്ട് സ്വേ കണ്ടീഷൻ ആണോ എന്നൊന്നും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കത്തില്ല. ഫസ്റ്റ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് portal frame is with sway or without sway condition. Okay, so first case is analysis of portal frame without sway. So without sway ആണെങ്കിൽ
procedure is same as that of continuous beam. Continuous beamil എന്താണോ നമ്മൾ moment distributionൽ ചെയ്തത് സെയിം പ്രൊസീജിയർ തന്നെയാണ് അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് swayൽ. എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു ദ ഗിവൺ ലോഡ്, ദെൻ ഡിറ്റർമിൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ദെൻ വി ക്യാൻ ഡ്രോ ദി PMD ആൻഡ് SFD. ഓക്കെ, സോ ശ്രദ്ധിച്ചേ. ഹിയർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ പോർട്ടൽ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ, ഡ്രോ BMD. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക ഈ ക്വസ്റ്റ്യൻ സിമെട്രി ആണോ എന്ന് നോക്കുക. നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് 12 kN റൈറ്റിലോട്ട് ആക്ട് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് 12 kN. 4 മീറ്റർ തന്നെയാണ് ഹൈറ്റ്, 4 മീറ്റർ. സപ്പോർട്ട്, ബോത്ത് സപ്പോർട്ട്സ് ആർ ഫിക്സഡ് ആൻഡ് സിമെട്രിക് ആണ്. ഇവിടെയും 2 മീറ്ററിന്ന് സെൻറ്ററിൽ എന്താണ് സിമെട്രിക് ആയിട്ടാണ് ഈ ലോഡിങ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് വൺ ഈസ് വിത്തൗട്ട് സ്വേ കേസ്. ഈ ഫ്രെയിം എന്ന് പറയുന്നത് എന്താ? ഫ്രെയിം എന്ന് പറയുന്ന സിമെട്രിക് സ്ട്രക്ചറാണ്. സോ വിത്തൗട്ട് സ്വേ കേസ് ആണ്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ഓക്കെ, so M of AB UDL is acting, that is WL square by 12, and M of BA is plus WL square by 12. ഇനി BC പോർഷനിൽ നിങ്ങൾക്ക് എന്താണ്? BC പോർഷനിൽ 2 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ M of BC എടുക്കുമ്പോൾ ഫസ്റ്റ് BC നെഗറ്റീവ് ആയിരിക്കുമല്ലോ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഫസ്റ്റ് ലോഡ് എടുക്കുക. ഫസ്റ്റ് ലോഡ് 30, ഫസ്റ്റ് ലോഡ് എന്ന് പറയുന്നത് 30 അല്ലേ? സോ ഫസ്റ്റ് ലോഡ് M of BC is negative. ഫസ്റ്റ് ലോഡ് 30 മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ, സോ 30 കൺസിഡർ ചെയ്യുമ്പോൾ 30യുടെ A വാല്യൂ ഈസ് 2 ആൻഡ് B വാല്യൂ ഈസ് 4. സോ WAB² ഈസ് എക്സെൻട്രിക് ലോഡ് വരുമ്പോൾ ഇക്വേഷൻ ഈസ് WAB² ഓക്കെ, സോ 30 × A × 4² / 6² പ്ലസ് ഇനി സെക്കൻഡ് ലോഡ് എടുക്കുക. സോ സെക്കൻഡ് 30 എടുക്കുമ്പോൾ അതിൻ്റെ A വാല്യൂ ഈസ് 4 ആൻഡ് B വാല്യൂ ഈസ് 2. സോ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. സോ M of BCയും M of CBയുടെയും വാല്യൂ കിട്ടും, ആൻഡ് M of CD ആൻഡ് M of DC ഡിറ്റർമിൻ ചെയ്യാം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ജോയിൻറ്റ് നോക്കുക. ജോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഫാർ ആൻഡ് ഫിക്സഡും കണ്ടിന്യൂസും ആയിട്ട് പോവുകയാണെങ്കിൽ K വാല്യൂ ഈസ് 4EI/L. നെക്സ്റ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. നോർമലി ചെയ്യുന്നത് പോലെ ABCD ഫിക്സഡ് എൻഡുകളാണ് രണ്ടും. സോ എൻ കണ്ടീഷൻസ് ഒന്നുമില്ല. ഫിക്സഡ് സപ്പോർട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല, നോർമലി അങ്ങ് ചെയ്തു പോയാൽ മതി. സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് വരുവാണെന്നെങ്കിലാണ് അവിടെ മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ 0 ആക്കണം, എന്നിട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ എഗെയിൻ ആ സപ്പോർട്ടിലെ മൊമെൻറ്റിനെ 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിലോട്ട് ക്യാരി ഓവർ ഒന്നും ചെയ്യുകയും ചെയ്യരുത്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് വി ഗെറ്റ് ദി എന്താ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോൾ വി ഗെറ്റ് ദി ഫൈനൽ എൻ മൊമെൻറ്റ്സ്. ജോയിൻറ്റിൽ എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യുന്നത് ചെക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ജോയിൻറ്റിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റ്സ് വരുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബട്ട് ചിലപ്പോഴത് തെറ്റാം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റ് വന്നാലും മേ ബി അത് കറക്റ്റ് ആവണമെന്നില്ല. കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും എറർ വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തത് എവിടെയെങ്കിലും തെറ്റുവാണെന്നുണ്ടെങ്കിൽ ആ എറർ ക്യാരി ഓവർ ചെയ്താണ് പിന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു എറർ ക്യാരി ഓവർ ചെയ്തത് കൊണ്ട് തന്നെ എന്താ, ജോയിൻറ്റിൽ എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റ്സേ വരത്തുള്ളൂ. സോ ശ്രദ്ധിച്ച് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ ദി BMD. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. ഇതെന്ത് പറയുന്നത് എന്താണ്? പോർട്ടൽ ഫ്രെയിം വിത്തൗട്ട് സ്വേ ആണ്. നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ സിമെട്രിക് സ്ട്രക്ചർ. 2 സപ്പോർട്ടും ഹിഞ്ച്ഡ് ആണ്, ഹൈറ്റ് സെയിം ആണ്, ലോഡിങ് സിമെട്രിക് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് എയും സപ്പോർട്ട് ഡിയും എന്താ? ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ കറക്ഷൻസ് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കരുത്, ആ എൻഡുകളിലോട്ട് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കരുത്. ബിക്കോസ് സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് ദർ ഈസ് നോ ക്യാരി ഓവർ മൊമെൻറ്റ് വിൽ ക്രിയേറ്റ്. ഓക്കെ, സോ ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ ദ BMD. ക്ലിയർ ആണോ? ഇനി നോക്ക് ഈ ഒരു പ്രോബ്ലം. സോ ഇങ്ങനെയൊക്കെ പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ പോർട്ടൽ ഫ്രെയിമിനകത്ത് ഒരുപാട് മെമ്പേഴ്സൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് വരുവാണെങ്കിലും അതെന്താണ്? വിത്തൗട്ട് സ്വേ കേസാണ്. ഓക്കെ, സോ അനലൈസ് ദ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ, ഡ്രോ BMD.
സോ ദിസ് ഈസ് വിത്തൗട്ട് സ്വേ കേസാണ്. ഇവിടെ നിങ്ങൾക്ക് എ ബി പോർഷനിൽ ഒരു യു ഡി എല്ലും ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു എക്സെൻട്രിക് ലോഡിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. സോ കോമ്പിനേഷൻ വരുമ്പോൾ ഡിഫറൻസ് ഒന്നുമില്ല, നമുക്ക് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഓഫ് എ ബിയും ബി എയും വേണം. സോ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് എം ഓഫ് എ ബി ഡിറ്റർമിൻ ചെയ്യണം. എം ഓഫ് എ ബി ഈസ് ഓൾവേസ് നെഗറ്റീവ് ബിക്കോസ് ഇറ്റ് ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ആൻഡ് ഇക്വേഷൻ വേറൊന്നുമില്ല, ഈ യു ഡി എൽ കാരണം ഉണ്ടാകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് വാല്യൂ ഇക്വേഷൻ എന്താ, WL²/12 പ്ലസ് ഈ എക്സെൻട്രിക് ലോഡ് കാരണം ഉണ്ടാകുന്ന ഇക്വേഷൻ നമുക്കറിയാം WAB²/L². ഇത്രയേ ഉള്ളൂ എന്താ എം ഓഫ് എ ബി. എം ഓഫ് ബി എ തിരിച്ച് വരും. ഓക്കെ, എം ഓഫ് എ ബിയും എം ഓഫ് ബിയും. സോ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഇവിടെ നിങ്ങൾക്ക് 3 മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, BA, BC ആൻഡ് BD. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടും. ഇതിൻ്റെ സം എപ്പോഴും എന്തായിരിക്കണം, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ സം ഒരു ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന എപ്പോഴും 1 ആയിരിക്കണം. ഓക്കെ, അത് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ജോയിൻറ്റിലല്ലേ നമ്മളെപ്പോഴും ലൈൻ വരയ്ക്കുന്നത്. ജോയിൻറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ലൈൻ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് മെൻഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നിങ്ങൾക്ക് ജോയിൻറ്റ് ബിയിൽ 3 മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, BA, BD ആൻഡ് BC. ഓക്കെ, സോ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ABCD 4 സപ്പോർട്ടുകളുണ്ട്. സപ്പോർട്ട് A ഈസ് ഫിക്സഡ്, സപ്പോർട്ട് D ഈസ് ഫിക്സഡ് ആൻഡ് സപ്പോർട്ട് C ഈസ് ഹിഞ്ച്ഡ് സപ്പോർട്ടുമാണ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നതിൽ ഇപ്പോൾ എയും സിയും, പിന്നെ നിങ്ങൾ ബി ഈ എയുടെ അടുത്തായിട്ട് നിങ്ങൾ BAയുടെ ഇത് നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. എയുടെ സ്ഥലത്തായിട്ട് എക്ക് അടുത്തായിട്ട് തന്നെ നമ്മളെന്താ BA മെൻഷൻ ചെയ്യുക, സിയുടെ അടുത്തായിട്ട് തന്നെ BC മെൻഷൻ ചെയ്യുക ആൻഡ് ഡിയിൽ സെൻട്രലായിട്ട് BDയും മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ AB, BA, BD, BC, CB ആൻഡ് DB ഇത്രയും മെമ്പേഴ്സാണുള്ളത്. സോ ജോയിൻറ്റ് ബിയിൽ ആണ് നമുക്ക് എന്താ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, 3 മെമ്പേഴ്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതി. ദെൻ അവിടുത്തെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്തു, മെൻഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് സപ്പോർട്ട് C എന്ന് പറയുന്നത് എൻഡ് സപ്പോർട്ടാണ്. C എന്ന് പറയുന്നത് എന്താണ്, ഹിഞ്ച്ഡ് എൻഡാണ് ഇവിടെ. സോ ഹിഞ്ച്ഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ മൊമെൻറ്റിന് 0 ആക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രോബ്ലം നോക്കിയേ, സപ്പോർട്ട് C ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. സോ സപ്പോർട്ട് സിയിൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാരണം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ അവിടുത്തെ മൊമെൻറ്റിനെ 0 ആക്കി ബിയിലോട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഹിയർ in CB fixed end moment value is plus 1.5. so minus 1.5 കൊടുത്ത് 0 ആക്കി അതിൻ്റെ ഹാഫിനെ ബിയിലോട്ട്, ദാറ്റ് ഈസ് CBയുടെ ഫാർ എൻഡ് എന്താ, BC ആണ്. CB ഫാർ എൻഡ് ഈസ് BC, ഫാർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്ത് അതിനെ ആഡ് ചെയ്ത് ഇനിഷ്യൽ മൊമെൻ്റ് ആക്കിയിട്ട് വേണം, ഇനിഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ കറക്ഷൻസ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് നിങ്ങളുടെ ഇനിഷ്യൽ മൊമെൻറ്റ്. ദെൻ ജോയിൻറ്റിൽ നോക്കുക, ജോയിൻറ്റിൽ നിങ്ങൾക്ക് അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഏതൊക്കെയാണ്, ക്ലോക്ക് വൈസ് 6.88 ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് 2.25. അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട വാല്യൂ കിട്ടും. ഓക്കെ, സോ ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ഫാർ എൻഡുകളിലോട്ട് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കണം. സോ BAയുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് AB. സോ ABയിലോട്ട് ക്യാരി ഓവർ ചെയ്തു. DBയുടെ ഫാർ എൻഡ് BD ആയിരിക്കും, തിരിച്ചിടുക. BDയുടെ ഫാർ എൻഡ് ഈസ് DB. സോ ഇതിൻ്റെ ഹാഫ് എങ്ങോട്ട് കൊടുക്കണം, ഇതിൻ്റെ ഹാഫ് ഇവിടോട്ട് എഴുതുക. ഓക്കെ, ദെൻ BCയുടെ ഫാർ എൻഡ് ഈസ് CB എന്താണ്, ഹിഞ്ച്ഡ് എൻഡ് ആയതുകൊണ്ട് അങ്ങോട്ട് കൊടുത്താലും 0 എന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ എഗെയിൻ ജോയിൻറ്റിൽ നോക്കുമ്പോൾ ദർ ഈസ് നോ മൊമെൻറ്റ്. സോ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോയിൻറ്റിൽ 3 മെമ്പേഴ്സ് മീറ്റ് ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിച്ച് വേണം എന്താ ഈ വാല്യൂസ് എൻറ്റർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ നിയർ എൻഡിൻ്റെ മൊമെൻറ്റ് എത്രയാണോ അതിൻ്റെ ഹാഫ് അതിൻ്റെ ഫാർ എൻഡുകളിലോട്ട് ക്യാരി ഓവർ ചെയ്യണം. ഫാർ എൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ക്യാരി ഓവർ ചെയ്യാനും പാടില്ല. ഓക്കെ, എന്നിട്ട് അതിൻ്റെ BMD വരച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് അനലൈസ് ദ പോർട്ടൽ ഫ്രെയിം, ഡ്രോ BMD. ഇതും വിത്തൗട്ട് സ്വേ കേസാണ്.
സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, ഒരു ഓവർ ഹാങ്ങിങ് പോർഷൻ വരുന്നുണ്ട്. സോ ഓവർ ഹാങ്ങിങ് കാരണം എന്താണ്, ഈ എൻഡിൽ മൊമെൻറ്റ് ആക്ട് ചെയ്യും. ഈ ഒരു എൻഡിൽ ബിയിൽ ഓവർ ഹാങ് കാരണം 2 × 2 4 കിലോ ന്യൂട്ടൺ, ആൻറ്റി ക്ലോക്ക് വൈസ് 4 കിലോ ന്യൂട്ടൺ മീറ്റർ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കാണുക. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇവിടെ 3 മെമ്പേഴ്സ് ഉണ്ട്, BA BC BD. ദെൻ ഇതെന്ന് പറയുന്നത് ജോയിൻറ്റ്, ബി ഈസ് ജോയിൻ, ഇത് ഫിക്സഡ്, ഡി എന്ന് പറയുന്ന ഓവർ ഹാങ്ങിങ് ആണ്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ എൻ്റർ ചെയ്തു. ദെൻ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ എൻ്റർ ചെയ്തു. അൺബാലൻസ്ഡ് മൊമെൻറ്റ് ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഏതൊക്കെയാണ്, എ ക്ലോക്ക് വൈസ് 16 ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് 4 ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് 2. സോ ഇതിനകത്തുനിന്ന് യു ഗെറ്റ് ദി അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര എമൗണ്ട് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് കിട്ടും. അതിൻ്റെ ഹാഫ് ക്യാരി ഓവർ ചെയ്യുക. സോ എ ബിയുടെ ഫാറൻറ്റ് ബി എയുടെ ഫാറൻറ്റ് എ ബിയിലോട്ട് ക്യാരി ഓവർ ചെയ്യുക. ബി ഡിയുടെ ഫാറൻറ്റ് ഡി ബി ആണ്, ഓവർ ഹാങ് ആണ്, അവിടെയും 0 തന്നെ. ദെൻ ബി സിയുടെ ഫാറൻറ്റ് സി ബി ആണ്, അത് ഹിഞ്ചഡ് ഒന്നുമല്ല, ഫിക്സഡ് തന്നെയാണ്. സോ അങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുക, ആഡ് ചെയ്യുക. ദെൻ യു ക്യാൻ ഡ്രോ ദ BMD ആൻഡ് SFD. ഓക്കെ, അപ്പോൾ നമുക്ക് അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്ത് സ്വേയും ഉണ്ട്, അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്തൗട്ട് സ്വേയും ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിത്തൗട്ട് സ്വേ കേസാണ് നോക്കിയത്. സോ വിത്തൗട്ട് സ്വേ കേസ് ഈ സെയിം ആസ് ദാറ്റ് ഓഫ് അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം. ഓക്കെ, കണ്ടിന്യൂസ് ബീമിൻ്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്, ദെൻ ഡിറ്റർമിൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ദെൻ distribution table. From distribution table we get the final end moments. Final end moments കിട്ടിക്കഴിഞ്ഞാൽ we can draw BMD and SFD. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ഈ പ്രോബ്ലംസ് എല്ലാം ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിസും പോർട്ടൽ ഫ്രെയിമിൻ്റെ അനാലിസിസുമാണ് പഠിക്കാനുള്ളത്. സോ കണ്ടിന്യൂസ് ബീം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ പോർട്ടൽ ഫ്രെയിമിൽ വിത്തൗട്ട് സ്വേ കേസാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്, കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നോക്കുക. 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇന്ന് രാത്രി 11 മണിക്ക് മുന്നേ ഇത് അസൈൻമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.